ഈ ഒരു രീതിയിൽ പായസം വെച്ച് കഴിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണേ, സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ സാധാരണ കടലപ്പരിപ്പും ചവ്വരിയൊക്കെ ചേർത്തിട്ടാണല്ലോ പായസം തയ്യാറാക്കിയെടുക്കുന്നത്. പക്ഷേ ഇതിൽ ഞാൻ കടലപ്പരിപ്പും സേമിയയും കൂടെ മിക്സ് ചെയ്ത് ചെയ്യുന്ന ഒരു പായസമാണ്. സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും മസ്റ്റ് ആയിട്ടും തന്നെ പറയും. ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ 2 കപ്പോളം കടലപ്പരിപ്പ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് 2 മണിക്കൂറൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കുക്കറിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടച്ചു വെച്ച് ഒരു 3-4 വിസിൽ കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങ് നന്നായിട്ട് അങ്ങ് ഉടഞ്ഞ് വരത്തക്ക രീതിയിൽ വേവിച്ചെടുക്കണമെന്നില്ല, ഒരു വിധം ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും. കാരണം നമ്മളത് കുതിർത്തെടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായും കിട്ടും. ഒരു 2-3 വിസിൽ കൊടുത്താൽ മതിയാകും. ആ ഒരു പ്രഷർക്കൊന്ന് കളഞ്ഞതിന് ശേഷം കുക്കറിൻ്റെ അടപ്പൊന്ന് ഞാൻ മാറ്റുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ആ ഒരു പരിപ്പ്. എന്നാലും നമുക്കൊന്നും കൂടെ ഒന്ന് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കാനായിട്ടുണ്ട്. ഇനി ഞാൻ അതൊരു അടികെട്ടുള്ള ഉരുളി ഒന്ന് അടുപ്പത്തിട്ട് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിക്കിട്ട് ചേർത്തിട്ട് നമുക്കൊന്ന് വറുത്തൊന്ന് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് തന്നെ തേങ്ങയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് മുറിച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ട് വറുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പായസത്തിനൊന്നും കൂടെ ടേസ്റ്റ് ഫ്ലേവർ നല്ലതായിരിക്കും. പിന്നെ നമുക്കിത് വേവിച്ച് വെച്ചിട്ടുള്ള ഒരു പരിപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അതായത് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചൊന്ന് എടുക്കണം. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ആ ഒരു കടലപ്പരിപ്പ് ഒന്നും കൂടെ ഒന്ന് വെന്ത് കിട്ടിക്കോളും. ഓൾറെഡി വെന്തതാണ് എങ്കിലും ഒന്ന് ഉടഞ്ഞ് കിട്ടും, അതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ള ഒരു 3 കപ്പോളം ജാഗരി സിറപ്പാണ്. ഇതിനെ ഓൾറെഡി വെള്ളം ഒഴിച്ചിട്ട് ശർക്കരയിൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഉരുക്കിയതിന് ശേഷം അരിച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടും എനിക്കെപ്പോഴും. അതിൽ നിന്നൊരു 3 കപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഒരു ജാഗരി സിറപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ച് വീണ്ടും ഒന്ന് കുറുക്കിയെടുക്കണം. എപ്പോഴും നമ്മൾ ഈ ഒരു പായസമൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെ ചെയ്യുമ്പോൾ ആ പായസത്തിന് നല്ലൊരു ടേസ്റ്റും ഒരു സ്മെല്ലും ഇതൊക്കെ കിട്ടുന്നത്. പിന്നെ നമുക്കിതിലേക്ക് 1 ലിറ്ററോളം 2-ാം പാലും ചേർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 തേങ്ങ, ഒരു മീഡിയം സൈസിലുള്ള 3 തേങ്ങ ചിരക്കിയിട്ടാണ് ഞാൻ പാലെടുത്ത് വെച്ചത്. 2-ാം പാലും 1-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. 2-ാം പാലും 1 ലിറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ 1-ാം പാലെന്ന് വെച്ചാൽ ഒരു 3 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2-ാം പാല് ഞാൻ പകുതി ആ ഒരു പരിപ്പിലേക്ക് ചേർത്ത് ഒന്ന് ഒഴിച്ച് തിളപ്പിച്ചൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. ബാക്കി പകുതിയിലേക്ക് 2 കപ്പ് സേമിയ ചേർത്തിട്ട്, വറുത്ത സേമിയാണേ, അത് ചേർത്തിട്ടൊന്ന് വേവിച്ച് അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് കുറുക്കി ഒന്ന് എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വീണ്ടും 1-2 ടീസ്പൂൺ ഏലക്ക ഒന്ന് പൊടിച്ച് വെച്ചതാണ്, അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ നായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള 3 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്തെടുക്കാം. ഒരു 3 കപ്പ് പാല് ചേർക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മൾ തണുത്ത് വരുന്ന ആ ഒരു പായസം തണുത്ത് വരുന്ന സമയത്ത് കറക്റ്റ് പാകത്തിന് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് തിക്കായിപ്പോൾ അതിപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആ ഒരു തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ തിളപ്പിക്കാനൊന്നും വേണ്ട കേട്ടോ. ഒന്ന് ചൂടായാൽ മാത്രം മതി. ആ ഒരു പാലൊന്ന് ചൂടായി വരണം, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് വീണ്ടും നമുക്ക് 1-2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തെടുക്കാം. ആ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫ്ലേവറിന്, ഒരു സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മളിത് വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു കാഷ്യൂസും റേസിൻസൊക്കെ ഇതിലേക്ക് ചേർത്തെടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ചുക്കുപൊടിയും ജീരകപ്പൊടിയും അങ്ങനെയൊക്കെ ചേർക്കാം. ഈ ഒരു ഷുഗർ എൻ്റെ ഒരു ജാഗരി സിറപ്പിൻ്റെ അകത്ത് ഈ ഒരു ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ചേർക്കേണ്ടി വന്നില്ല. അത്യാവശ്യം അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്തെടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. കാരണം കടലയാണെങ്കിലും നമ്മൾ പായസം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ചേർക്കുമ്പോൾ അത് അത്രയും ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് തണുത്തിട്ട് ചൂടോട് കൂടിയൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു മസ്റ്റ് ആയിട്ടെന്ന് തന്നെ പറയാം. ഈ ഒരു വീഡിയോ റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് തരാനായിട്ടൊന്നും മറക്കല്ലേ. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.